ഇത് നമ്മൾ അഷ്ടാംഗ യോഗ പതഞ്ജലിയുടെ പറയുമ്പോൾ ആദ്യം അവർ പറയുന്നത് യമ നിയമ പിന്നെ ആസന പ്രാണായാമ പ്രത്യാഹാര അങ്ങനെയൊക്കെ പോയിട്ടേ ധാരണാധ്യാനം എത്താൻ പറ്റുള്ളൂ എന്ന്. ചിലർ ഡയറക്റ്റ് ധാരണാധ്യാനത്തിൽ നിന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇത് കംപ്ലീറ്റ് ചെയ്യും. ചിലർ പറയും ആദ്യം ഇത് രണ്ട് കൺഫേം യമ നിയമ ആയിട്ടേ നിങ്ങൾക്ക് മുകളിൽ കയറാൻ പറ്റുള്ളൂ. അതെന്താ സ്ഥിതി? എവിടെ സീക്വൻസ് എന്താണ്? എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക? അതിൻ്റെ അടിസ്ഥാന പശ്ചാത്തലം ഇപ്പം പതഞ്ജലി മഹർഷി പറയുന്ന അടിസ്ഥാന പ്രക്രിയ ജീവൻ്റെ രണ്ട് അംശങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഹഠയോഗ, സൂര്യചന്ദ്ര അല്ലേ, സൂര്യചന്ദ്രൻ്റെ ഊർജ ക്രമീകരണങ്ങളെ അതിൻ്റെ തലത്തിലേക്ക് ഉയർത്തുമ്പം ഇത് അവബോധത്തിലേക്ക് തന്നെ നയിക്കുകയാണ്. ധ്യാനം തന്നെ സംഭവിക്കുന്നു, ധാരണ സംഭവിക്കുന്നു, സമാധി സംഭവിക്കുന്നു. എന്നാൽ യമ നിയമ പ്രത്യാഹാര എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് കടന്നു പോകാനായിട്ട് പ്രാണായാമം പ്രത്യാഹാര എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരാൾ കടന്നു പോകുന്നത് വെച്ചാൽ അങ്ങ് ചോദിച്ച ചോദ്യം ഇതൊരു ക്രമീകരിച്ചുകൊണ്ടൊരു പരമ്പരയുടെ ഭാഗമാണ്. ഞാൻ ഓൾറെഡി തന്നെ നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മാർഗം ശിവയോഗ മാർഗമാണ്. ശിവയോഗ മാർഗത്തിൽ എവിടെ? അതെ. ഇതിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് തലങ്ങളാണ് ഞാൻ പറഞ്ഞതുപോലെ. ഒന്ന്, ഒരാൾക്ക് ഒരു ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൻ്റെ പരിശീലന ക്രമീകരണത്തിലൂടെ കടന്നു പോകാൻ സാധിക്കും. നമ്മുടെ യോഗ തന്ത്രയോഗയാണ്. തന്ത്രയോഗയുടെ അടിസ്ഥാനം തുടങ്ങുന്നത് പളനി സ്വാമികളിൽ നിന്നാണ്. പളനി സ്വാമികൾ, അദ്ദേഹത്തിന് ഒരു പേര് അദ്ദേഹം പേരിട്ടിട്ടില്ല. അദ്ദേഹം പളനി മലയിൽ സമാധി പോയതുകൊണ്ട് അദ്ദേഹത്തിനെ പളനി സ്വാമി എന്ന് വിളിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാർഗമായിട്ടാണ് നമ്മൾ ശിവയോഗയുടെ മാനം തുറക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാന പ്രക്രിയ അവരുടെ ഒരു വ്യക്തിയെ പരിശീലന ക്രമീകരണമില്ലാതെ ഇവരെ തന്നെ ഒരു ഊർജ്ജമാക്കിക്കൊണ്ട് അതിലേക്ക് വിടാനായിട്ടുള്ളൊരു പരിശ്രമമാണ്. ഇപ്പോൾ ചില ആത്മീയ പ്രക്രിയ ഇറങ്ങുമ്പോൾ ചില സന്യാസം സ്വീകരിക്കും. പർട്ടിക്കുലറായിട്ടുള്ള ആചാര ക്രമീകരണം ചെയ്ത് ബലിയൊക്കെ ഇട്ട് മുടിയൊക്കെ ബന്ധനം ചെയ്ത് സന്യാസ വസ്ത്രം ധരിച്ച് അവരൊരു വിശ്വാസത്തിലാണ് കിടക്കുന്നത്, ഞങ്ങൾ മുക്തി പോകും എന്നുള്ള എന്തോ ഒരു ഒരു അന്ധമായ വിശ്വാസമോ അവരെന്തോ ഒരു രീതിയിലാണ് അവർ കടന്നു പോകുന്നത്. എന്നാൽ ഈ പരമ്പരയുടെ വ്യത്യസ്തമാണ്. ഇവരെ ആദ്യം തന്നെ അതിലേക്ക് പ്രാന്തമാക്കുകയാണ്. ഇവരെ ആദ്യം തന്നെ അതിൻ്റെ മാർഗത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ അതിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇതിൽ യമവും നിയമവും ആസനം പ്രാണായാമം പ്രത്യാഹാരം ഒന്നുമില്ല, മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റേറ്റ് ഇസ് ദ ഭവസമാധി. അതാണ് ഗുരുവിൻ്റെ പ്രാധാന്യം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്ന ഭവസമാധി എന്ന് പറയുന്ന അവസ്ഥയാണ്. ഈ സ്റ്റേറ്റിൽ നിന്നിട്ട് ആ ഒരു ഊർജ്ജത്തെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പരിശീലനമായിട്ട് കൊടുക്കത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പാണ്. അതിൽ ഒരാൾക്ക് എങ്ങനെയാണ് യോഗാസനം ചെയ്യുമ്പോൾ ആദ്യം എനർജി വരുന്നത്, സമാധാന ചക്രങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നത്, അത് ഇടുന്നൊരു വിത്താണ്. അത് തന്നെ എന്ത് ചെയ്യും, അത് മുട്ടി വരും. എനിക്കിഷ്ടപ്പെട്ടു ഇത്. എന്താണെന്ന് വെച്ചാൽ മറ്റേ മാർഗത്തിൽ നമ്മൾ എന്തെങ്കിലും ട്രൈ ചെയ്യണോ അവർ പറയണത് അവർ ഫസ്റ്റ് ലെസൺ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നണോ നമ്മൾ വിടണം. അല്ല, എല്ലാ മാർഗങ്ങളും ശരിയാണ്, മനസ്സിലായോ? ഓരോരുത്തരുടെ സ്വഭാവ രൂപമാണ്, മനസ്സിലായോ? ഇപ്പം ഞാൻ ശിവനെ പ്രാർത്ഥിക്കുന്നു, ഞാൻ കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു. ചിലവർക്കത് രൂപമായി പ്രാർത്ഥിക്കണം, ചിലവർക്കതൊരു പ്രകാശം മാത്രമായിരിക്കും. അതേപോലെ ഓരോരുത്തരുടെ സ്വഭാവ ഗുണങ്ങളനുസരിച്ചാണ് അവരുടെ സാധന പ്രക്രിയകളും നിയമപ്പെട്ടു വരുന്നത്. തന്ത്ര എന്ന് പറയുന്ന മാർഗം ഏറ്റവും കഠിനമായ ഒരു പ്രോസസ്സാണ്, മനസ്സിലായോ? ഇത് അച്ചടക്കത്തിൻ്റെ ഒരു ഉയർന്ന മാർഗമാണ്, വളരെ അച്ചടക്കത്തിൻ്റെ മാർഗമാണ്. അതെന്ന് വെച്ചാൽ ഇതിൽ വളരുന്നൊരു ജീവ ഊർജ്ജം വളരെ വലുതായിരിക്കും. ഇതിൽ കുണ്ടലിനി ചൈതന്യം വളരെ പെട്ടെന്നാണ് റേസ് ആവുന്നത്, മനസ്സിലായോ? ഇത് സ്വയബോധവുമായി ഒരു വ്യക്തി എത്രയും വേഗം ആഗ്രഹിക്കുന്ന ഒരു തട്ടിലേക്കാണ് എത്തുന്നത്. അച്ചടക്കം, ഡിസിപ്ലിൻ, അത് ആദ്യം ആവശ്യമാണോ ശിവയോഗയ്ക്ക്? അല്ലെങ്കിൽ ശിവയോഗ നമ്മൾ ജോയിൻ ചെയ്ത ഓട്ടോമാറ്റിക്കലി അച്ചടക്കം? ശിവയോഗയുടെ മാനത്തിന് ആദ്യം സംഭവിക്കുന്നത് എന്താണ്? സമാധിയാണെന്ന് ഞാൻ പറഞ്ഞു. അതാണ്. അപ്പോൾ സമാധി സംഭവിച്ച ഒരാൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഓട്ടോമാറ്റിക്കലി എല്ലാം ക്രമീകരിക്കണം. കുണ്ടലിനിയെ ക്രമീകരിച്ചുകൊണ്ട് വേണം കടന്നു പോകാൻ. ആ സാധന പരിശ്രമം വളരെ വലുതായിരിക്കും. ആട്ടം സമയത്തിൻ്റെ അടിസ്ഥാന ക്രമീകരണം, ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനം, ഗുരു തരുന്ന സാധന ചെയ്യാൻ വില്ലിങ് ആയിരിക്കണം ആ എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അപ്പം ആദ്യ പരിശ്രമം, അതാണ് ഗുരു ഈ പരമ്പരയുടെ അടിസ്ഥാനം. തന്ത്ര വേഗമാക്കി തീർക്കുക. തന്ത്ര ഒരു ടെക്നോളജിയാണ്. ഞാൻ പറഞ്ഞു, ഈ 3 ശരീരം വളരുന്ന ഒരാൾക്ക് ആ ദിവ്യ മനസ്സ് വേഗം എത്തിക്കുകയാണ് ഈ വിത്തിലൂടെ. അതുമായിട്ട് തന്നെ കണക്റ്റഡ് ആവുകയാണ് ആദ്യ സമയങ്ങളിൽ തന്നെ, ഫാസ്റ്റായിട്ട്. പിന്നെ എപ്പോഴും ഒരു പേടി ഉണ്ടാവും, നമുക്ക് ആ ഡിസിപ്ലിൻ വേയിൽ പോകാൻ പറ്റുമോ ഇല്ലേ, അങ്ങനത്തെ ഒരു പേടി വേണോ? അതോ ഗുരുവിൻ്റെ ബ്ലെസ്സിങ്സിൽ നമ്മൾ കടന്നു പോകുമോ? അനുഗ്രഹത്തിൻ്റെ പ്രാധാന്യത്തിനെക്കാട്ടിലുപരി നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ശീലം വിട്ടുപോയി കഴിഞ്ഞാൽ, അല്ലേ, നമുക്ക് എന്തെങ്കിലും ഒരു ശീലമോ
മദ്യപാനമാവാം, എന്തെങ്കിലും സെക്ഷുവലി ഉള്ളതാവാം, എന്ത് പോയാലും നമുക്ക് അതിനോടൊരു അറ്റാച്ച്മെൻറ്റ് വരില്ല. കുറച്ചല്ലേ, നമ്മളൊരു വ്രതം നോക്കി ഒരു വ്രതം നോക്കി കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ചെയ്യാനൊരു ടെൻഡൻസി ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ അതൊരു നിർബന്ധ പ്രയത്നം നമ്മളിൽ സംഭവിക്കും അല്ലേ. ഒന്ന് ചെയ്യാം അത് നമ്മൾ അത് ബോഡിയും മൈൻഡും ഒന്നും ആവശ്യപ്പെടില്ലായിരിക്കും. ആ ചെറിയ തോട്ടിൽ തുടങ്ങുമായിരിക്കും. അത് വീണ്ടും റിപ്പീറ്റായിട്ട് വളരെ ഇമോഷണലി നമ്മൾ തന്നെ കണക്റ്റഡ് ആവാൻ തുടങ്ങും. സാധനം എത്രത്തോളം ഉണ്ടോ ഇത് അത്രത്തോളം മറന്നു പോകും. മനസ്സിലായി ഈ സ്വഭാവങ്ങൾ. ഇത് തരുമ്പം തന്നെ ഇത് ഇല്ലാതാവുന്നത്. അതുകൊണ്ടല്ലേ സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ബന്ധപ്പെടാത്തത്. അത് ആ സ്റ്റേറ്റിലെത്തിക്കുന്ന ആൾക്കാണ് ഏറ്റവും കൂടുതൽ. നിങ്ങൾ കർമ്മഭൂമിയിലാണ്, നിങ്ങളിവിടെ പ്രവർത്തിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു സന്യാസിയെക്കാട്ടി സാധനമായിട്ട് നിങ്ങൾക്കാണ്. എന്നുവെച്ചാൽ നിങ്ങൾ ആ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, ശിവയോഗയുടെ മാർഗം ബ്രാഹ്മിൽ അവസാന മാർഗമാണ്. മനസ്സിലായോ? അവസാന മാർഗം എന്ന് പറയാൻ കാര്യം, നിങ്ങൾ ഉണർവിലാണ്. നിങ്ങളപ്പം ചെയ്യുന്നതിലെല്ലാം പരിധി വരും. എന്തുകൊണ്ടാണ്? നിങ്ങൾ ആ ഉണർവിൽ നിൽക്കുന്നത് കൊണ്ട്. ആ ഊർജ്ജത്തെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അപ്പം ആ ഉണർവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ സാഹചര്യത്തിൽ കുണ്ടലിനി ഉയർന്നിരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രക്രിയകളിലൂടെ കടന്നു പോകണം. അതൊരു തവണ ഉയരുമ്പം അത് താഴുമ്പോഴും ഒക്കെ അതിൻ്റെതായിട്ടുള്ള ക്രമീകരണ പശ്ചാത്തലങ്ങൾ സംഭവിക്കും ശരീരത്തിൽ. ശരീരം വളരെ ലിമിറ്റഡാണ്. മനസ്സിലായോ? ഇത് വലിയൊരു ബലൂണെ താങ്ങിക്കൊണ്ടുവന്നൊരു ഊർജ്ജം. മനസ്സിലായി? ബലൂൺ പൊട്ടുമ്പം ഈ ശരീരം പൊട്ടുന്ന അവസ്ഥയാണ്. മനസ്സിലായി? ഇത് ജീവനാണ് അതിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ഈ ഊർജ്ജത്തെ താങ്ങാൻ പറ്റുന്നൊരു ശരീരത്തിനെ നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും എല്ലാം കടത്തിക്കൊണ്ട് പോകണം. കറക്റ്റ്. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഒന്നും കൂടി ഓർമ്മ വരുന്നു, എങ്ങനെയാണ് സയൻറ്റിസ്റ്റ് ആറ്റമിനെ, ഒരു ചെറിയൊരു ആറ്റമിനെ ഡിഫ്യൂസ് ചെയ്തിട്ട് ഒരു വലിയൊരു ആറ്റം ബോംബാക്കി മാറ്റുന്നത്. അതാണ് ഇപ്പോൾ നമ്മൾ ശിവയോഗ ഈ മാർഗത്തിൽ പോകുമ്പോൾ. ഇതിപ്പം യോഗയും മന്ത്രജപവും പൂജയും എന്തും പഠിക്കുന്ന ആൾക്കാർ കാലക്രമേണ എടുത്ത് ഈ സ്റ്റേറ്റിലേക്കാണ് എത്തുന്നത്. പക്ഷേ തന്ത്ര എന്ന് പറയുമ്പം ഡിവൈൻ ഫാസ്റ്റ് ട്രാക്ക്. അതെ, ഡിവൈൻ്റെ ഒരു രീതിയാണ്. പറഞ്ഞല്ലോ, ഇപ്പം ഗുരുവായൂർ ക്ഷേത്രം ഞാൻ പറഞ്ഞു അനാഹതയായിട്ട് ബന്ധപ്പെടുത്തിയുള്ളതാണ്. എന്തുകൊണ്ടാണ്? അതിലേക്കൊരു ജീവ ഊർജ്ജം നിങ്ങളിലേക്ക് നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ അനാഹത അവിടെ ഫീൽ ചെയ്യും. നിങ്ങൾ അവിടെ ഇരുന്ന് ധ്യാനം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി തന്നെ അനാഹതയുടെ ഒരു ഫോം സംഭവിക്കും. തന്നെ എന്ത് ചെയ്യും? അത് മാനിഫെസ്റ്റ് ആയി അതിൻ്റെ രീതിയിൽ തന്നെ നിലകൊണ്ട് നിൽക്കും. അപ്പോൾ ഗുരു നൽകുന്നത് ആജ്ഞയിലേക്ക് ഡയറക്റ്റ് ആയിട്ടാണ്. ദീക്ഷ ആജ്ഞയിൽ ഒരു വലിയൊരു ജീവ ഊർജ്ജം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പരിശീലിക്കാനായിട്ടുള്ള ക്രമീകരിച്ചുള്ള രീതിയുമുണ്ട്. അപ്പോൾ നിങ്ങളതിൽ ഇരുന്ന് കൊടുക്കത്തേ ഉള്ളൂ. അപ്പോൾ കാലക്രമേണ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞല്ലോ, ഒരു വ്യക്തി സമാധി പോകുന്നതിൻ്റെ മുമ്പ് അവരുടെ എല്ലാ ഓർമ്മകളും ഇല്ലാതാവും. അപ്പോൾ നിങ്ങൾക്ക് ഗൃഹസ്ഥം പറ്റാതെ വരും. അത് നിങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ നിങ്ങളുടെ ചുറ്റി നിൽക്കുന്നവർക്കത് പറ്റാത്ത അവസ്ഥ വരും. മനസ്സിലായോ? ഈ തലച്ചോറിൻ്റെ പകുതി എടുത്താളുന്ന ഒരു പ്രോസസ്സാണ് ഒരു ദീക്ഷ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർക്കാൻ സാധിച്ചാൽ ഈ നിർബന്ധ പ്രയത്നം ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഇത് ഓർക്കാൻ സാധിച്ചില്ല എന്തുണ്ടാവും? നിങ്ങൾ ശൂന്യത സംഭവിക്കും. ശിവ മീൻ ശവ. ഈ ശരീരം ശവമാവുന്ന സമയത്താണ് നിങ്ങൾ ജീവനായി ഉണരുന്നത്. ആ പ്രാണനെ ആ സ്റ്റേറ്റിൽ അനുഭവിക്കുന്ന സമയത്താണ് നിർവികൽപ്പ സമാധിയാകുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇപ്പോൾ ധ്യാനം എങ്ങനെ സംഭവിക്കേണ്ടത്? ഈ ചിന്തകൾ മുഴുവനും അടങ്ങണം. അപ്പോഴേ ശൂന്യതയിൽ ഊർജ്ജം കടന്നു വരത്തുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾ ശൂന്യമായി കഴിഞ്ഞാൽ എന്താ നിങ്ങൾ സംഭവിക്കുന്നത്? ധ്യാനം. ശൂന്യതയിൽ എന്തുണ്ടാകുന്ന? ബുദ്ധി. മനസ്സല്ല, ബുദ്ധി, ചിത്തബുദ്ധി, സമചിത്തതയായി അവബോധവുമായി ചേർന്നിരിക്കുന്ന ബുദ്ധി. ഞാൻ പറഞ്ഞ സ്റ്റേറ്റിൽ നിൽക്കുന്ന ബുദ്ധി. ഈ ഊർജ്ജം എങ്ങോട്ടു? അങ്ങ് പറഞ്ഞ ആറ്റം പോലെ അത് വർദ്ധിച്ചതങ്ങ് വ്യാപിക്കും. ആ ബലൂൺ പൊട്ടുമ്പോൾ, ഒരു ബലൂൺ ഇപ്പം കാറ്റത്ത് പൊട്ടിച്ചാൽ എന്തുണ്ടാവുന്നത്? ഈ പ്രകൃതി ആ അന്തരീക്ഷമായിട്ട് അതെ ആ വായു നിറയും. അതേപോലെ തന്നെ ഇതും ഇല്ലാതാവും. മനസ്സിലായോ? ഇതാണ് ശിവയോഗയുടെ മാർഗവും. അത് പരിശീലിക്കുന്ന സമയം എല്ലാം ഞാൻ പറഞ്ഞല്ലോ, ഇതിനെല്ലാം അറിയണം. നിങ്ങൾ ധ്യാനവും ധാരണയും സമാധിയും ബ്രഹ്മസൂത്രവും സർവ്വതും വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ അവസാനം കുറച്ചൊക്കെ പറഞ്ഞല്ലോ, ഫസ്റ്റ് ബിഗിനേഴ്സിനുള്ളതല്ല ശിവയോഗ. അത് കാലക്രമേണ കടന്ന് അലയുന്ന ജീവാത്മാക്കൾക്കുള്ള ഒന്നാണ്. ഇതൊരു യാതനയാണ്, ഉയർന്നൊരു പ്രോസസ്സാണ്. അതിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പും വളരെ വലുതായിരിക്കണം. അതിൻ്റെ ആദ്യഘട്ടം തൊട്ട് അങ്ങനെയാണ്. കൈകൽപ്പ് തൊട്ട് നാഥാരാധന തൊട്ട് രാജയോഗ തൊട്ട് അവസാനം ബ്രഹ്മവിദ്യ വരെ അത് കടന്നു പോകുന്ന ഈ ഒരു പശ്ചാത്തലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് ദൈവികമായി കണക്റ്റ് ആവും. പിന്നെ പറഞ്ഞല്ലോ, ശിവയോഗയുടെ മാർഗത്തിൽ ആരിറങ്ങുന്നു അവർക്ക് മുക്തി എന്ന് പറയുന്നൊരു പദമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇതൊരു വിശ്വാസ പ്രമാണമല്ല, അനുഭവത്തിൻ്റെ ഊർജത്തിൻ്റെ പശ്ചാത്തലമാണ്. അപ്പോൾ അതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് അച്ചടക്കത്തിൻ്റെ ഉത്തരവുകൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? എനർജി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഉത്തരവുകൾ മാത്രമേ പറയാനുള്ളൂ. ഒരു വിശ്വാസമാണെങ്കിൽ കുഴപ്പമില്ല, അത് കാലക്രമേണ സംഭവിക്കും. അത് കൃപയോ ദൈവികത്വവും അല്ലെ എൻ്റെ കൃപയോ ആരുടെ കൃപയോ ആവാം.
അത് പറയാം. പക്ഷെ ഇതൊരു ഊർജ്ജത്തെ ആദ്യം കിട്ടിക്കഴിയുമ്പോൾ അച്ചടക്കമുള്ള ഒരാൾക്ക് മാത്രമേ അതുകൊണ്ട് എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവ് എത്തുന്നൊരു മെച്യൂരിറ്റി സംഭവിക്കണം ഒരു സോളിന്. ഒരു മെച്യൂർഡായ ഒരു സോളായിരിക്കണം അത്. തിരിച്ചറിവ് ഉണ്ടാവണം. അൺമെച്യൂരിറ്റി അല്ല. സ്പിരിച്വാലിറ്റി ഒരു അട്രാക്ഷൻ അല്ല. തന്ത്ര യോഗ എന്തൊക്കെ പരിശീലിച്ച് എനിക്ക് ഇതൊക്കെ കിട്ടും ഇതല്ല ഇത്. ഇത് കുറച്ച് മെച്യൂർഡായ ഒരു സോളിന്. അതെ, അവർ ഞാൻ പറയല്ലോ, അതെ, ഒരു വൈരാഗിയായി തീരും. അവർക്കത് അറിയണം. അവർക്ക് ഉറക്കമില്ലാത്ത രീതിയിൽ എനിക്കത് എത്തണം. ആ ടെൻഡൻസിയിൽ അവർ വാസന വരുമ്പോൾ അപ്പോൾ പ്രവർത്തിക്കുന്നത് പ്രകൃതിയെ കുറച്ച് മാറ്റിക്കൊടുക്കും. ആ സമയം നമുക്ക് അവിടെ ചാൻസ് തുടങ്ങുകയാണ്. അപ്പോൾ അത് എത്തിത്തുടങ്ങും. അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ ആയിരിക്കണം ഇതിനായിട്ട്. അതാണ് അതിൻ്റെ മാർഗം. നമസ്കാരം.